നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. പാകിസ്ഥാന് വീണ്ടും തിരിച്ചടി നൽകി ഇന്ത്യ. ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിനിടെ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ നിർവീര്യമാക്കി. അതിനിടെ കഴിഞ്ഞ ദിവസം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങളെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണമെന്നും ഇന്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കിയെന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് തെളിവായി നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ 42-കാരി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാഴ്ചയായി പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു. പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നിപ്പ ലക്ഷണങ്ങളെ തുടർന്ന് സ്രവം പൂനെ വൈറോളജി ലാബിലേക്ക് അയക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഉയർന്ന താപനിലയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ താപനില 37 ഡിഗ്രി വരെയും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ആകെ 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. SSLC ഫലത്തോടൊപ്പം THSLC, AHSLC പരീക്ഷാ ഫലങ്ങളും നാളെ പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഫലപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ റിസൾട്ട് ഓൺലൈനിൽ ലഭ്യമാകും. വിദ്യാർത്ഥികൾക്ക് റോൾ നമ്പറും ജനനത്തീയതിയും നൽകി SSLC പരീക്ഷാ ഫലം 2025 ഓൺലൈനായി അറിയാൻ കഴിയും. മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും ഇതേ വെബ്സൈറ്റുകളിൽ അവസരമുണ്ടാകും. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിന്റെ 2ാം ദിവസത്തെ 2ാം റൗണ്ട് വോട്ടെടുപ്പിന് ശേഷം സിസ്റ്റീൻ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ പുറത്തുവന്നത് കറുത്ത പുക. ഇതോടെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷമുള്ള 3ാം റൗണ്ട് വോട്ടെടുപ്പിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കത്തോലിക്ക സഭ. കോൺക്ലേവിന്റെ ആദ്യ ദിവസമായ ഇന്നലത്തെ യോഗത്തിന് ശേഷം കറുത്ത പുകയാണ് സിസ്റ്റീൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്നും പുറത്തു വന്നത്. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ 45,000-ലധികം പേരാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തുവെന്ന വാർത്ത കേൾക്കാനായി ഇന്നലെ തടിച്ചുകൂടിയത്. കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററയായിരുന്നു മുഖ്യ കാർമ്മികൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊടുംഭീകരൻ അബ്ദുൽ അസ്കർ റൌഫും കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകര പട്ടികയിലുള്ളയാളുമായ മസൂദ് അസ്ഹറിന്റെ സഹോദരനും കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനുമാണ് അസ്ഹർ റൌഫ്. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ, മുരഡ്കെ എന്നിവിടങ്ങളിലെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ അസ്ഹർ റൌഫ് കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസ്ഹറിന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് US-ലെ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ പ്രഭാഷണം നടത്തുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചുവെന്ന് മന്ത്രിയുടെ ഓഫീസ്. സർവകലാശാല പ്രഭാഷണത്തിന് മന്ത്രിയെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തോട് യാത്രാ അനുമതി തേടിയത്. മന്ത്രിയുടെ യാത്രയ്ക്കുള്ള രാഷ്ട്രീയ അനുമതി നിഷേധിച്ചുകൊണ്ട് പ്രഭാഷണത്തിനുള്ള അവസരം നിഷേധിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. 3 ആഴ്ച മുമ്പാണ് വീണ ജോർജ് അനുമതി തേടിയത്. എന്നാൽ 3 ദിവസം മുൻപ് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പാകിസ്ഥാനിലെ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മാച്ച് വേദിയാണ് സ്റ്റേഡിയം. പെഷവാർ സാൽമിയും കറാച്ചി കിങ്സും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആക്രമണം ഉണ്ടായത്. മെയ് 8-ന് രാത്രി 8 മണിക്കാണ് മത്സരം നടക്കേണ്ടിയിരുന്നത്. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഒരു റെസ്റ്റോറന്റ് കെട്ടിടം ഭാഗികമായി തകർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശം അധികൃതർ സീൽ ചെയ്തതായി പാക് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 പേർക്ക് പരിക്കേറ്റതായും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുണ്ട്. ഡ്രോണിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണെന്നും ഡ്രോണിൽ പേലോഡ് ഉണ്ടായിരുന്നോ എന്ന കാര്യം
പരിശോധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇവിടെ നടക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ ലാഹോറിലേക്ക് മാറ്റിയതായും വാർത്തകളുണ്ട്. പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യത്തിന് അഭിനന്ദനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് ഇന്ത്യയുടെ സൈന്യത്തിന് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നും ആക്രമണത്തിൽ 100 ഭീകരരെ വധിച്ചുവെന്നും പ്രതിരോധ മന്ത്രി. പാകിസ്ഥാനെതിരെ ഇന്ത്യ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നതെന്നും മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ സാധാരണക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ ഈ പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്ക് ഇത് അഭിമാന നിമിഷമാണെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി സൈന്യത്തിന് ഹൃദയത്തിൽ നിന്നും അഭിനന്ദനം അറിയിക്കുന്നതായും പറഞ്ഞു. പാകിസ്ഥാനെ അനങ്ങാൻ അനുവദിക്കാതെ ഇന്ത്യ. തുറമുഖങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വിമാനത്താവളങ്ങൾ നേരത്തെ അടച്ചിരുന്നു. നദീജലം തടഞ്ഞതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനെ സൈബർ ഇടത്തിലും വിലക്കി ഇന്ത്യ. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ജലയുദ്ധവും ആരംഭിച്ചു. കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വൻ നഷ്ടത്തിൽ. ഓഹരി വിപണി കൂപ്പുകുത്തി. പാകിസ്ഥാന് മേൽ ഇന്ത്യയുടെ സൈബർ സ്ട്രൈക്ക്. പാക് സിനിമകൾ ഇന്ത്യയിൽ നിന്നും നീക്കം ചെയ്യും. സീരീസുകളും വിലക്കി. പാക് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചു. ലാഹോറിൽ അമേരിക്കയുടെ ജാഗ്രതാ നിർദ്ദേശം. ലാഹോർ വിടാൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി അമേരിക്ക. കൂടുതൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയെന്നും അമേരിക്ക.